കൊണ്ടുവന്നിരുത്തി അയാളെ നോക്കി ഏകദേശം യേശുവിന്റെ പടമൊക്കെ വരച്ചു. അങ്ങനെ 12 അപ്പോസ്തലന്മാരുണ്ട്, അവരുടെ പടങ്ങൾ തയ്യാറാക്കണം. അതിനുവേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ഓരോരുത്തരെ വരച്ചു. പക്ഷെ അവസാനം സാധാരണക്കാരനെ കിട്ടിയാൽ പോരാ, യൂദാസിനെ കിട്ടാനാണ് ഭയങ്കര പാട്. മറ്റേ മുഖമൊക്കെ എല്ലാരും പറഞ്ഞു സൂപ്പറായി, യേശു സൂപ്പറായി, എല്ലാമായി. ഇനി യൂദാസിന്റെ ഊഴമായി. അന്വേഷിച്ച് ഒരുപാട് നാള് നടന്നു. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് യൂദാസിനെ പോലെയുള്ള വരക്കാൻ പറ്റിയ ആളെ കിട്ടണം, ഇത് നോക്കി വരക്കാനായിട്ട്. അന്വേഷിച്ച് നടന്ന് ഒരു ചന്ത സ്ഥലത്ത് അടിപിടി നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്നു. എന്താ നടക്കുന്നതെന്ന് അറിയും. അപ്പൊ ഒത്ത കറക്റ്റ് യൂദാസിന് പോലെ ഇത്ര ഒറിജിനലായിട്ട് ഇത്രയില്ല. അത്രക്ക് ക്രൂരമായ മുഖമാണ് ഈ അടിപിടി ഉണ്ടാക്കുന്നതിൽ ഒരാള്. അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇവനെ കൊണ്ട് എല്ലാവർക്കും തലവേദന, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഒത്തിരി ക്രൂരതയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ആ മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, എന്താന്ന് വെച്ചാൽ തരാം, എന്റെ കൂടെ വരാമോ, എനിക്കൊരു പടം വരക്കാൻ വേണ്ടിയാണ്, ഞാനൊരു ചിത്രകാരനാണ്, പ്ലീസ് ഒന്ന് സഹകരിക്കണം. കാര്യം ക്രൂരമായ മുഖമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം കുരുത്തക്കേടാണെങ്കിലും ഈ കാര്യം കേട്ടപ്പോ ഒരു പടം വരക്കാനല്ലേ, അത് എന്റെ പടമല്ലേ, വരച്ചോട്ടെ. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഇയാളെ നോക്കി, ഈ മനുഷ്യൻ ഈ വന്ന ആളെ നോക്കി ഇങ്ങനെ ചിത്രം വരച്ചു തുടങ്ങിയപ്പോ അയാളവിടെ ഇരുത്തി നോക്കി കറക്റ്റായിട്ട് വരച്ചുകൊണ്ടിരിക്കണം, ക്യാൻവാസിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മൈക്കലാഞ്ചലോ നോക്കിയപ്പോ, പടം വരക്കുന്ന ആള് നോക്കിയപ്പോ അയാളുടെ കണ്ണീരിങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ. ആര്? ഈ ക്രൂരനായ പടം വരക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് ആളുടെ കണ്ണീന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഈ ബ്രഷ് താഴെ വെച്ചിട്ട് ചിത്രകാരൻ ചോദിച്ചു, നീ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുറെ നാളുകൾക്ക് മുമ്പ് ഒരാൾ വന്നിട്ട് യേശുവിന്റെ പടം വരക്കാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു. എന്നെ നോക്കി അന്ന് അയാള് യേശുവിനെ വരച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരുപാട് മാസങ്ങളും നാളുകളും പിന്നിട്ട് ഞാൻ നല്ല ചൈതന്യത്തിലും പ്രാർത്ഥനയിലൊക്കെ ജീവിച്ച ആളായിരുന്നു. പക്ഷേ എൻ്റെ വഴിവിട്ട ജീവിതവും തെറ്റായ സംസാരവും തെറ്റായ പ്രവൃത്തികളും ഞാൻ യൂദാസിനെ പോലെ ഒരു പൈശാചികമായി തീർന്ന അവസ്ഥ ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയി. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, നേരത്തെ യേശുവിനെ വരക്കാൻ വേണ്ടി, വലിയ പഠിപ്പും വരവൊന്നും ഇല്ലാത്തവനാണ്, അപ്പോൾ നേരത്തെ യേശുവിനെ വരക്കാൻ വേണ്ടി ഇവനെ തന്നെയാണ് അന്ന് കൊണ്ടുവന്ന് ഇരുത്തി നോക്കി യേശുവിനെ വരച്ചത്. പക്ഷെ ഇപ്പൊ ക്രിമിനൽ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം ചെയ്ത് മുഖമൊക്കെ മാറി രൂപമൊക്കെ മാറി വലിഞ്ഞു മുറുകി പിശാചിന്റെ പോലെ ആയി ആ ആളെയാണ് യൂദാസിനെ വരക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ ജീവിതമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇതിനൊക്കെ? ക്രിസ്തലോ ഇപ്പൊ റോമായിട്ട് 14 പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്ത് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കും. യെശയ്യാ പ്രവചനത്തില് 61-ാമത്തെ അധ്യായത്തില് 3 മുതൽ